ഹായ് എവരി വൺ. നമ്മുടെ ഒന്നാം പാർട്ടിൽ ഞാൻ സംസാരിച്ചിരുന്നത് ഒരു അരീബ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കേസ് സ്റ്റഡി ആയിരുന്നു. ആ കുട്ടിക്ക് എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് കൊടുക്കാമായിരുന്നു, പാരൻസ് ആയാലും ആ കുട്ടിയുടെ ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും എന്തൊക്കെ ആ കുട്ടിയെ കറക്റ്റ് ചെയ്ത് എന്തെല്ലാം ഇൻ്റർവെൻഷൻസ് ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കാമായിരുന്നു, എന്തൊക്കെയായിരുന്നു റെഡ് ഫ്ലാഗ്സ്, അതിനെപ്പറ്റിയാണ് ഞാൻ ചോദിച്ചത് കൺക്ലൂഡിങ് പാർട്ടിൽ. അതേപോലെ തന്നെ ആ കുട്ടിയുടെ വെൽബീയിങ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം, അതിന് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം ഈ സിറ്റുവേഷൻസ് നമ്മളുടെ വീടുകളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് സംഹാവ്. ഏതൊരു ടൈമായാലും ടീനേജ് ഉള്ള ഫാമിലീസിൽ പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ചെറുപ്പകാലഘട്ടത്തിൽ കുട്ടികൾ പറയും യു ആർ ദ ബെസ്റ്റ് മാം. അവർ കുറച്ച് വലുതായി ടീൻസ് ആകുമ്പോൾ അതെല്ലാം മാറും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചേഞ്ചസ് ചെക്ക് ലിസ്റ്റാണ്. എന്തെല്ലാം ചേഞ്ചസിലൂടെയാണ്, അല്ലെങ്കിൽ എന്തെല്ലാം ചേഞ്ചസ് അരീബ എന്ന് പറഞ്ഞ ആ ടീനേജിനുണ്ടായിരുന്നു, അതൊന്ന് നോക്കാം. ആ ഒരു ചെക്ക് ലിസ്റ്റിൽ CHANGES, അതിൻ്റെ ഓരോ വേർഡ്, ഓരോ ലെറ്റേഴ്സ്. സി ഫോർ ക്രൈങ് സ്പെൽ. എപ്പോഴും സാഡ്നെസ്സാണ്, ഫ്രീക്വൻറ്റ് സാഡ്നെസ് ഈ ഏജിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേ ഇത് അരീബക്കുണ്ടായിരുന്നു. H ഫോർ ഹോപ്പ്ലെസ്. ഞാൻ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം, എന്തിനാ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്, എപ്പോഴും ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ചിന്താഗതികൾ. A ഫോർ അവോയ്ഡൻസ്. സ്കിപ്പിങ് സ്കൂൾ, എല്ലാവരെയും അവോയ്ഡ് ചെയ്തിട്ട് വീടിൻ്റെ ഉള്ളിലിരിക്കുക, റൂമിൻ്റെ ഉള്ളിലിരിക്കുക, ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുക, സ്കൂളിൽ പോകുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ N ഫോർ നോ മോട്ടിവേഷൻ. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. സ്കെച്ചിങ് ഇഷ്ടമായിരുന്നു ആ കുട്ടിക്ക്, അത് ചെയ്യുന്നത് നിർത്തി. ഉമ്മയെ വളരെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഉമ്മാനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീ ലോക്സ് ഹെർ സെൽഫ് ഇൻ ദ റൂം. അപ്പോൾ അവോയ്ഡ് ചെയ്യുന്നത്. G ഫോർ ഗ്രേഡ് ബിഗാൻസ് ടു ഡ്രോപ്പ്. ഗ്രേഡ്സൊക്കെ കുറഞ്ഞു, അവൾ പഠിത്തത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാതായി, മാർക്ക് കുറഞ്ഞു. പിന്നെ ഈ സ്റ്റാൻഡ് ഫോർ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് ബിഹേവിയർ ചേഞ്ച് ചെയ്തു. അവൾ സ്ലീപ്പ് ചെയ്യാതായി, ഫുഡ് കഴിക്കാതായി. പിന്നെയുള്ളതാണ് എസ് സ്റ്റാൻഡ് ഫോർ സെൽഫ് ഹാം. സംടൈംസ് അവരെപ്പോഴും അവരെ സെൽഫ് ഹാം ചെയ്യും, അവരെ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ. റിസ്റ്റിൻ്റെ അവിടെ കട്ട് ചെയ്യുക, തല കൊണ്ട് ചവിട്ടിൽ അടിക്കുക, തലക്കിട്ടടിക്കുക, സ്വയം അവർ ഹാം ചെയ്യും. അതേപോലെ തന്നെ കംപ്ലീറ്റ് വിത്ഡ്രോവൽ ആയിരിക്കും, അവർ സ്വയം ഒതുങ്ങിക്കൂടും. സോ ഈ ചേഞ്ചസൊക്കെ അരീബയിലും ഉണ്ടായിരുന്നു അല്ലേ. മോസ്റ്റ്ലി എല്ലാ ടീനേജേഴ്സിലും ഈ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ചിന്തിക്കുമോ, നിങ്ങളുടെ കൗമാര കാലഘട്ടം നിങ്ങളും ഇതിലൊക്കെ കടന്നു പോയിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കൂ. മൂന്നാമത്തെ പാർട്ടുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു. ഹായ് ഓൾ. നമ്മുടെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഒരു ടീനേജ് കാലഘട്ടത്തിലെ ടീനേജേഴ്സിൽ ഉണ്ടാവുന്നത്, അവരെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്താണ്, അവർക്ക് എന്തൊക്കെ റെഡ് ഫ്ലാഗ്സ് ഉണ്ടാകാം, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇനി മൂന്നാമത്തെ പാർട്ടിൽ നമുക്ക് എന്തൊക്കെ കോമൺ മിസ്റ്റേക്സ് ആണ് ആസ് പാരൻസ് നമ്മൾ നമ്മുടെ ടീനേജേഴ്സിനോട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. കോമൺ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചില മിസ്റ്റേക്സ്. മോസ്റ്റ്ലി ഒന്നാമതായിട്ട് നമ്മളുടെ ടീനേജേഴ്സിൻ്റെ ഫീലിങ്സ് ഇൻവാലിഡേറ്റ് ചെയ്യും. നമ്മളുടെ ഏജിൽ നമ്മൾ അവരുടെ ഫീലിങ്സൊക്കെ ഇൻവാലിഡേറ്റ് ആയിട്ടേ നമുക്ക് തോന്നാറുള്ളൂ. LKG UKG പഠിക്കുന്ന കുട്ടികൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ മാം, എൻ്റെ ക്രയോൺസ് ഒടിഞ്ഞു പോയി എന്ന് പറയും.
ആ സിറ്റുവേഷൻ നമ്മൾ വളരെ നോർമലൈസ് ആയിട്ട് എടുക്കും. കാരണം നമ്മൾക്കറിയാം ആ ഒരു ക്രയോൺ ബോക്സ് നമുക്കൊരു 10 രൂപയ്ക്ക് കിട്ടും അല്ലേ? അതിലോരോ ക്രയോൺ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷേ ആ കുട്ടിയുടെ ഏജ് വെച്ച് ആ കുട്ടിക്ക് ആ ഒരു ക്രയോൺ ഇറ്റ് മാറ്റേഴ്സ് ടു ഹർ, റൈറ്റ്? ശരിയല്ലേ? അപ്പം നമ്മൾ അവരുടെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്യണം. വി ഷുഡ് വാലിഡേറ്റ് ദിയർ ഫീലിങ്സ്. നമ്മളാണെങ്കിലോ, ഓ സ്റ്റോപ്പ് കംപ്ലൈനിങ് ദിസ്, ഈ ഒരു ചെറിയ കാര്യം, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, അതാണ് നമ്മുടെ വെളിപ്പെടുത്തൽ. ഇറ്റ്സ് ജസ്റ്റ് എ സില്ലി തിങ്സ്, മൂവ് ഓൺ, നമ്മൾ അങ്ങനെ പറയൂ. പക്ഷേ അങ്ങനെ പറയുന്നതാണോ ശരി? പ്ലീസ് തിങ്ക്. രണ്ടാമതായിട്ട് അവർ അവരെ നമ്മൾ കമ്പയർ ചെയ്യും. ഈവൻ നമ്മൾ അവരെ സിബ്ലിങ്സ് തമ്മിൽ പോലും കമ്പയർ ചെയ്യും. നിൻ്റെ സിസ്റ്ററിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിൻ്റെ അനിയൻ ചെയ്യുന്നത് കണ്ടില്ലേ അവനെ കണ്ടുപിടിക്കുകയോ. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അത്. എന്ത് ചെയ്യും? അത് ഫോസ്റ്റർ സിബ്ലിങ്സ് റൈവൽറി. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാനും പറ്റും, നമ്മുടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാൻ തുടങ്ങും. സോ ഈ കമ്പാരിസൺ നമ്മളുടെ വീടിൻ്റെ ഉള്ളിലായാലും ആയാലും അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമ്മളുടെ കുട്ടികളെ ആക്സെപ്റ്റ് ദം ആസ് ദേ ആർ. എന്നിരുന്നാലും അവർ നമ്മളുടെ മക്കൾ തന്നെയല്ലേ. കാക്കയ്ക്കും തൻ കുഞ്ഞ് പെൺകുഞ്ഞല്ലേ. അപ്പോൾ യെസ്, അവോയ്ഡ് കമ്പാരിസൺസ്. പിന്നെ മൂന്നാമത്തത്, ഗ്രേഡ്സ് അത്യാവശ്യമാണ് അല്ലേ? അത് അത്യാവശ്യമാണ്, അത് അവരുടെ വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കും നമുക്കറിയാം. പക്ഷേ അതിനേക്കാളുപരി, ഗ്രേഡ്സിനേക്കാളുപരി അവരെ ലേണിംഗ്, അവരെ വളർച്ച, അവരെ ലേണിംഗ് അതല്ലേ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മളുടെ കേസ് സ്റ്റഡിയിലെ അരീബ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിലും ഷീ വാസ് എ റെസ്പെക്റ്റ്ഫുൾ ചൈൽഡ്, റൈറ്റ്? ഷീ ഈസ് റെസ്പെക്റ്റ്ഫുൾ ആയിരുന്നു, ഡിലിജൻ്റ് ആയിരുന്നു. അത് നമുക്ക് മനസ്സിലാകുന്നത് കൗൺസിലിങ്ങിൽ പാരൻസ് വരുമ്പോൾ ഒരു 16-17 ഇയേഴ്സിലൊക്കെ കുട്ടികളുടെ മിസ്ബിഹേവിയേഴ്സ് പറയുമ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാവും. എന്താണ് അവരെ കംപ്ലയിൻസ്, പാരൻറ്റിൻ്റെ കംപ്ലയിൻസ് കൂടുതലും കുട്ടികളെക്കുറിച്ച് നുണ പറയുന്നു, കട്ടെടുക്കുന്നു, അങ്ങനെയുള്ള മിസ്കണ്ടക്റ്റ്, മിസ്ബിഹേവിയേഴ്സിൻ്റെ കംപ്ലയിൻസ് അത് കൂടി വരുമ്പോഴാണ് നമ്മളുടെ അടുത്ത് അവർ വരുന്നത്. അപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും ഒന്ന് നോക്കാം. ഓ, ഒന്നും പഠിച്ചില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ലായിരുന്നു, അവളൊന്നും നുണ പറയാതിരുന്നാൽ മതി, അവനൊന്ന് കട്ടെടുത്ത് കാതെ ജീവിച്ചാൽ മതി, അങ്ങനെ അവർ പ്രയോറിറ്റൈസ് ചെയ്യും. ഒന്നും പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, അവനൊന്ന് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിപ്പോവാതിരുന്നാൽ മതി, അവൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ ഈ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യണതൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു, അവൻ ഈ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യണതൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു, അവൻ്റെ ഈ ചീത്ത കൂട്ടുകെട്ട് ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളുടെ എല്ലാ ഫോക്കസുകളും മാറും. എന്തായിരിക്കണം നമ്മളെ ഫോക്കസ് എന്നുള്ളത് തുടക്കത്തിലേ തന്നെ ഫോക്കസ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അല്ലേ. അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളുടെ ക്യാരക്ടർ ബിൽഡിങ്ങിൽ ഫോക്കസ് ചെയ്യാനാണ്. ക്യാരക്ടർ ബിൽഡ് ചെയ്തിട്ടാണ് ബാക്കി എന്തും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ നല്ല മനുഷ്യരായിട്ടാണ് കുട്ടികളെ സൊസൈറ്റിയിലേക്ക് കൊടുക്കേണ്ടത്. സോ സ്റ്റോപ്പ് ഷെയ്മിങ് ദം, സ്റ്റാർട്ട് സപ്പോർട്ടിങ് ദം. അവിടെ ഇരിക്കും നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. നമുക്കറിയാം പാരൻറ്റിങ് ഒരു ചലഞ്ചിങ് പ്രക്രിയ തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ മക്കളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ കാലഘട്ടം നന്നായിട്ട് നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. ഞാൻ നാലാമത്തെ ഒരു പാർട്ടുമായിട്ട് നമ്മളെങ്ങനെ അവരെ സോൾവ് ചെയ്യാം, അവരെ എങ്ങനെ നമ്മൾ നന്നായി വളർത്തിക്കൊണ്ടുവരാമെന്നുള്ള കുറച്ച് സൊല്യൂഷനായിട്ട് വരാം. ടിൽ ദെൻ, താങ്ക് യു.